നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. അതിശക്തമായ വെയിലായിരിക്കാം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന് കാരണമെന്ന് തൊഴിലാളി വേലൂർ സ്വദേശി സരസ്വതി പറഞ്ഞു. വെടിക്കെട്ട് ശാല പ്രവർത്തിച്ചിരുന്ന പറമ്പിൽ നിന്ന് സരസ്വതിക്ക് സൂര്യാഘാതത്താൽ പൊള്ളലുണ്ടായിരുന്നു. അപകടം നടന്ന ദിവസം സരസ്വതി വെടിക്കെട്ട് നിർമ്മാണത്തിന് പോകാതിരുന്നതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വേലൂർ വെങ്ങിലിശ്ശേരി മണിമലർക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് നെല്ലിക്കൽ വീട്ടിൽ സുബ്രഹ്മണ്യന്റെ ഭാര്യ സരസ്വതിയുടെ വീട്. 4 വർഷമായി സരസ്വതി വെടിക്കെട്ട് ശാലയിൽ തൊഴിലെടുത്തു വരുന്നു. പടക്കം കെട്ടലായിരുന്നു ഇവരുടെ ജോലി. അപകടം നടന്ന ദിവസം കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളായതിനാൽ സരസ്വതി വെടിക്കെട്ട് ശാലയിൽ പോയിരുന്നില്ല. അപകടത്തിന്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് സരസ്വതിക്ക് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ പ്രവർത്തിക്കുന്ന പറമ്പിൽ നിന്ന് സൂര്യാതാപമേറ്റത്. പുറത്ത് കഴുത്തിന് താഴെ വലിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അതിശക്തമായ വെയിലാണ് ഇവിടെ അനുഭവപ്പെടുന്നതെന്ന് സരസ്വതി പറയുന്നു. അപകടത്തിന് കാരണം ശക്തമായ ചൂടായിരിക്കാമെന്നും സരസ്വതി പറഞ്ഞു. ശക്തമായ ചൂടാണ് എന്നാണ് ഇപ്പൊ ചേച്ചിക്ക് ഒരു സംശയം. അതെ, ചൂടിലാണത്. ഇത് പറ്റിയതും ചൂട് തന്നെ കേട്ടാ. ഈ മരുന്ന് അവിടെ അപകടം ഉണ്ടായതും ഈ ചൂട് തന്നെ. വേറെ ഒരു വക സംശയവും കണക്കാക്കണ്ട. ചൂട് തന്നെ, അത്രയും കടുപ്പുള്ള ചൂട്. പണിക്കിടയിലാണ് പൊള്ളലുണ്ടായിട്ടുള്ളത്, സൂര്യാഘാതമായിട്ടുള്ളത്. അല്ല, പണി പണിത് കഴിഞ്ഞ് ഞാൻ മൂത്രമൊഴിക്കാനായിട്ട് ഞാനിങ്ങനെ പോയതാണ്. ആ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയതാണത്. ഷർട്ട് ഇടാറ് പതിവുണ്ട്. ഷർട്ടൊക്കെ ഇട്ട് മാറ്റിയിട്ടു. അങ്ങനെ എന്നിട്ട് അങ്ങനെ പോയതാണ്. അപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഭയങ്കര ചൂടുണ്ട്, ശരീരത്തിന് മുഴുവനും മൊത്തം നല്ല ചൂട് വന്നു. രാത്രിയിൽ കുളിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇതാക്കുമ്പോൾ ഇവിടുന്ന് തോലിങ്ങനെ കിഴിഞ്ഞാൽ പോയി. അപ്പോൾ ഇവർക്കൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇത് സൂര്യാഘാതമാണ് കേട്ടോ, സരസിച്ച് ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അവര് ഞങ്ങൾക്ക് ഓരോരോ സെക്ഷനുകൾ വേറെയില്ലേ, കരിമരുന്ന് ഗുണ്ട് നിറയ്ക്കണത് അങ്ങനെയുള്ളതൊക്കെ സെക്ഷനുകൾ വേറെ. ഞങ്ങൾക്ക് ഈ പടക്കം കിട്ടുക അതിൽ ഈ ചേച്ചി മാത്രമാണ് ഈ നൂല് പേർത്തിയിട്ട് അത് ഉണക്കി തിരിമുക്കാനൊക്കെ ഈ ചേച്ചിക്കാറ്. ഞങ്ങൾക്കൊന്നും അതിനെ പറ്റിയില്ല. ഇല്ല, കാര്യമായിട്ട് പറ്റിയില്ല. പടക്കം കെട്ടിലാണ് ഈ ഭവാനി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിക്ക് ഷെഡിന്ന്. ഞങ്ങളൊക്കെ ഇപ്പൊ അവിടെ അകലിയാണ്. ഇവരൊക്കെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ അകലിയാണെന്നേ. നമ്മളവിടെ ചെന്നതിന് ശേഷം കൊണ്ട് പരിചയപ്പെടുന്നത് അതാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവരും ഒരു വീട് പോലെയാണല്ലോ, അങ്ങനെ പരിചയം. ഏകദേശം എത്ര ആളുകൾ ഉണ്ടാവാറുണ്ട്? 10-40 ആള്, 10-35 ആള് ഒക്കെ ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം അവിടുന്ന് തന്നെയാണ്. ഇപ്പൊ മിനിഞ്ഞാന്നൊക്കെ ഭക്ഷണം കൊടുന്നേക്കണത് ഈ ശ്രീശക്തിയില് ഭക്ഷണം ഉണ്ടല്ലോ, അപ്പൊ അവിടുന്ന് കൊടുന്നേക്കണം അവരുടെ വീടിന്. അതെ, ചൂട് കൊണ്ട് തന്നെ, ഒരു സംശയവും ഇല്ല. ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ചൂട് കൊണ്ട് തന്നെ. ഞാനിപ്പോ 4 വർഷം. ഞങ്ങളിപ്പോ ഇവിടുന്ന് 2-4 ആള് 3 ആള് പോയിട്ടുണ്ട്. 4 വർഷമായിട്ടുള്ളൂ. സർവാട്ടമ്പലത്തില് പരിപാടിയുള്ള കാരണം കൊണ്ട് അവിടെ കളം നടക്കുന്നുണ്ട് വീട്ടമ്പലത്തില്. അപ്പൊ അത് കാരണം കൊണ്ട്, ഈ കുട്ടികളെ കാരണം കൊണ്ട് ഞാൻ ഇന്നലെ പോയില്ല. ഭവാനി എന്ന് പറഞ്ഞ കുട്ടിയെ, ഈ ശൗര്യം പറമ്പിൽ ഭവാനി എന്ന് പറയും. അതിന് കാലുമ്മ പറ്റിയിട്ടുണ്ട്. കാലുമ്മ പ്ലാസ്റ്റർ ഇട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടത്. നമുക്കിപ്പോൾ അങ്ങനെയൊന്നും പറയാൻ ഒരു വിഷമമായിട്ട് നിൽക്കുന്നത്. ഇന്നലെ പോയില്ല. അതിനിപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്നലെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര. സരസ്വതിയുടെ സമീപവാസിയും ബന്ധുവുമായ നെല്ലിക്കൽ പ്രേമയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അപകടം നടക്കുന്ന ദിവസം വെടിക്കെട്ട് ശാലയിൽ ജോലിക്ക് പോയ പ്രേമ ഉച്ചയോടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമായതിനാലാണ് ഇവർ അപകടത്തിന് തൊട്ടു മുമ്പ് മടങ്ങിയത്. പ്രേമയുടെ ഭർത്താവ് വേലായുധൻ വർഷങ്ങൾക്ക് മുമ്പ് വേലൂരിലുണ്ടായ വെടിക്കെട്ട് ശാലയിലെ സ്ഫോടനത്തിലാണ് മരിച്ചത്. വേലൂർ ശൗര്യം പറമ്പിൽ ശേഖരന്റെ ഭാര്യ ഭവാനിക്ക് അപകടത്തിൽ കാലിന് നിസാരമായി പരിക്കു പറ്റിയിട്ടുണ്ട്. ആദ്യ സ്ഫോടനം നടക്കുമ്പോൾ തൊട്ടടുത്ത വെടിക്കെട്ട് പുരയിൽ പടക്കം കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭവാനി. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഇവർക്ക് വീണ് കയ്യിനും കാലിനും പരിക്കുപറ്റി. വെടിക്കെട്ട് ശാലയിൽ ജോലി ചെയ്തിരുന്ന വേലൂർ സ്വദേശി വിൻസെന്റാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. വിൻസെന്റിനും മറ്റൊരു തൊഴിലാളിയായ വേലൂർ സ്വദേശി സാജനും നിസാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 3 പേരും ആശുപത്രികളിൽ ചികിത്സ തേടി.